കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ സന്നദ്ധത അറിയിച്ചത് സിബിഐ അന്വേഷണം ഒഴിവാക്കാനാണോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. അഴിമതി ഇടപാടുകൾ സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഹൈക്കോടതി ഈ സംശയം പ്രകടിപ്പിച്ചത്. അതേസമയം കോർപ്പറേഷനിലെ ക്രമക്കേടുകളും അഴിമതിയും വിജിലൻസ് അന്വേഷിക്കണമെന്ന് 2013 തന്നെ വിജിലൻസ് ഡയറക്ടർ ശുപാർശ നൽകിയിരുന്നുവെങ്കിലും വ്യവസായ വകുപ്പിന്റെ വകുപ്പുതല അന്വേഷണമായി അത് മാറിയതിന്റെ തെളിവുകളും പുറത്തുവന്നു. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയും ക്രമക്കേടുകളും വിജിലൻസ് അന്വേഷിക്കണമെന്ന് 2013 ഏപ്രിൽ 16 വിജിലൻസ് ഡയറക്ടർ ശുപാർശ നൽകിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറി ഇത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ വിജിലൻസിന്റെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി രേഖകൾ പരിശോധിച്ച് വ്യവസായ വകുപ്പിന് കൈമാറാൻ കുറിപ്പെഴുതി. ഇതോടെ ഫയലുകളും മറ്റു രേഖകളും വ്യവസായ വകുപ്പിലെത്തി. വ്യവസായ വകുപ്പ് ആവട്ടെ ഒരു കമ്മിറ്റിയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ വിജിലൻസ് അന്വേഷണം ഒഴിവായി. ആഭ്യന്തരമന്ത്രിയും ഈ ഫയലുകൾ പരിശോധിച്ചിരുന്നു. ഈ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി വരികയും കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങളുള്ളത്. സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറാണെന്ന് ഹൈക്കോടതി അറിയിച്ചത് സിബിഐ അന്വേഷണം ഒഴിവാക്കാനാണോ എന്ന് സംശയിക്കുന്നതായും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിലെ വിജിലൻസ് അന്വേഷണം വേഗത്തിലാക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചതും സമാന സാഹചര്യങ്ങൾ മൂലമാണെന്നാണ് ആക്ഷേപം. കൺസ്യൂമർ ഫെഡിലെ അഴിമതിയും സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.